കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അന്ധന് കാഴ്ച നൽകിയവനെ, ശേഖിടന് കേൾവി നൽകിയവനെ, ഊമന് സംഭാഷണ ശക്തി നൽകിയവനെ, മഹോദ രോഗിയെ സുഖപ്പെടുത്തിയവനെ, തളവാ രോഗിയെ സുഖപ്പെടുത്തിയവനെ, മരിച്ചവനെ ഉയർപ്പിച്ചവനെ, അങ്ങയുടെ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവേ, ജീവിക്കുന്നതിനായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ, ഞങ്ങൾക്ക് വേണ്ടി തിരുവിലാവിൽ മുറിവേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി മുൾക്കിടം ചൂടിയവനെ, ഞങ്ങൾക്ക് വേണ്ടി കരചരണങ്ങളിൽ ആണിപ്പെടുത്തേറ്റവനെ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി ക്ഷതങ്ങൾ ഏറ്റവനെ, അങ്ങയുടെ രക്തപങ്കിരമായ അങ്ങയുടെ മുറിവിലാണല്ലോ സൗഖ്യപ്പെടുന്നത് എന്ന് വചനം അനുസ്മരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവേ, എപ്പോഴും കിടപ്പ് രോഗികളിൽ രക്തം തളിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, ഉള്ളം കാൽ മുതൽ വരെ ഓരോരോ വേദനകള്, ക്യാൻസർ രോഗങ്ങള്, രോഗങ്ങള്, കോവിഡ് രോഗങ്ങള്, ഭക്ഷ്യരോഗങ്ങള്, രോഗങ്ങള്, ഈശോയെ, രോഗങ്ങള്, പിസിഒഡി രോഗങ്ങള്, ആർഎസ്എസ് രോഗങ്ങള്, നടുവിന്റെ വേദന, കിഡ്നി രോഗങ്ങള്, രോഗങ്ങള് യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവേ, സൗഖ്യങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ തുറന്ന് സുഖമായിടും എൻ്റെ ഉള്ളം. യേശുവേ, ആരാധന. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. അഭിഷേകത്തിന് നിമിഷങ്ങളിലെ അമ്മമാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. ഈശോ കൈ ഉയർത്തിക്കൊണ്ട് നിന്റെ കുടുംബത്തിന്റെ മേലും നിന്റെ ജീവിതത്തിന്റെ മേലും വിദൂരങ്ങളായിരിക്കുന്ന നിന്റെ മക്കളുടെ മേലും ജീവിത പങ്കാളികളുടെ മേലും എല്ലാം കർത്താവിന്റെ അണിപ്രധാന അത്ഭുതകരങ്ങൾ ഉയർന്ന് ജ്വലിച്ചു നിൽക്കുന്ന സമയമാണ്. കർത്താവെ, നാമത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദൈവമാതാവേ, നിനക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാ വിശുദ്ധന്മാരെ, മാലാഖമാരെ, രക്തസാക്ഷികളെ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവ്, ഞങ്ങളുടെ യോഗ്യത കൊണ്ട കർത്താവ്, അങ്ങനെ പിഴാനുഭവത്തിൻ്റെ കുശുമണ്ഡത്തെ ഉയർത്തുന്നപ്പോൾ യോഗ്യതയാൽ അങ്ങനെ അവകാശം ഓഹരിമാകും തന്നെ തിരുസഭയോട് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കൂടുന്ന ഓരോ മകനോടും മകളോടും കർത്താവ്, നിന്റെ വിശുദ്ധമായ രക്തം തിളക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ്, ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ മാരക രോഗങ്ങൾ, തീരവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവെ, വിവാഹം ഒത്തുവരാത്തവരെ, സ്ഥലം വിട്ടുമാറാത്തവരെ, കർത്താവ് കേസ് അകപ്പെട്ടിരിക്കുന്നവരെ, വിസ ഒത്തുവരാത്തവരെ, പഠനങ്ങൾ കർത്താവ് പുറകോട്ട് പോകുന്നവർ, പരീക്ഷ ജയിക്കാത്തവർ, റിസൾട്ട് മോശമായി വന്നിരിക്കുന്നവരെ, റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ, വിദേശത്ത് പോകാൻ വേണ്ടി കർത്താവ് വ്യത്യസ്തമായ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവരുടെ മേൽ അവിടെ ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിന്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ.
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, വാദരോഗികളെ, ദേശീയ രോഗികളെ, ഗർഭാശയത്തിലുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, കാൻസർ രോഗികളെ, സ്പോണ്ടിലോസിസ് രോഗികളെ, ഞരമ്പുകളുടെ ബ്ലോക്ക് ഉള്ളവരെ, നടുവേദനക്കാരെ, വെരിക്കോസിന് അസുഖമുള്ളവരെ, യേശുവിന്റെ നാമത്തില് ഈ നിമിഷം പൂർണ്ണമായി വിടുതൽ പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ആരെങ്കിലും വരണമേ. ഇനിയും ശ്രുതികട്ടെ. കർത്താവായ ദൈവമേ, ഉടമ്പടി എടുത്തു പോയിരിക്കുന്നതാണ്. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. ഉടമ്പടിയിലെ ഇനിയും നടക്കാത്ത വിഷയങ്ങളുടെ കർത്താവിന്റെ ഇടപെടലുണ്ടാകട്ടെ. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, എപ്പോഴ് പരിശുദ്ധ ദിവ്യകാരുണ്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി ഉടമ്പടി എടുത്തിട്ടുള്ള എടുക്കാൻ പോകുന്ന എല്ലാ സഹോദരങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ യാചിക്കണമേ. യേശുവേ, യേശുവേ, ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള ഓരോ സാക്ഷ്യങ്ങളും നിലനിന്ന് കിട്ടുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോലി, വീട്, ജോലി, വീട്, വിവാഹം, വിദ്യാഭ്യാസം, യാത്ര, സ്ഥലങ്ങള്, ഇങ്ങനെയുള്ള എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. പെയ്യട്ടെ, രക്തം പെയ്യട്ടെ, മഴ പോലെ പെയ്യട്ടെ, രക്തം പെയ്യട്ടെ. ശത്രുക്കള്, എല്ലാ തരത്തിലുള്ള ക്ഷുദ്ര കീടങ്ങള്, സ്ഥലങ്ങള്, പീഡിപ്പിപ്പ് സ്ഥലങ്ങള്, ദുഷ്ടശക്തികളിൽ നിന്ന് യേശുവിന്റെ നാമത്തില് ദുഷ്ടശക്തികളിൽ നിന്ന് സ്ഥലങ്ങള്, പീഡിപ്പിപ്പ് സ്ഥലങ്ങള്, തൊഴിൽ ശാലകള്, വ്യാപാരശാലകള്, വ്യവസായ ശാലകള്, ദുഷ്ടശക്തികള്, ബന്ധനങ്ങളെ യേശുനാമത്തില്, യേശുനാമത്തില് ഈ നിമിഷം അമ്മയുടെ മധ്യസ്ഥതനെ അഴിച്ചു മാറ്റട്ടെ. ശ്രദ്ധിക്കട്ടെ. അരികിൽ വരട്ടെ. പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, മധ്യവാനികളിലെ കർത്താവേ, ലഹരി
പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരല്ലേ, കേസിൽ അകപ്പെട്ടിരിക്കുന്നവരുടെ മേൽ കർത്താവിന്റെ വിശുദ്ധ രക്തം തളിക്കപ്പെടട്ടെ, തളിക്കപ്പെടട്ടെ. എന്റെ കർത്താവേ, എന്റെ കർത്താവേ, വിറ്റുമാറാത്ത പുരയിടങ്ങള്, വിറ്റുമാറാത്ത സ്ഥലങ്ങള്, നടക്കാത്ത വിവാഹങ്ങള്, ഈശോയെ അടിക്കടി ഉണ്ടാകുന്ന അബോർഷങ്ങള്, അബോർഷനുകള്, യേശുവേ മക്കളില്ലാത്തവര്, യേശുവേ അവരുടെ മേലെല്ലാം യേശുവിന്റെ ശക്തി, യേശുവിന്റെ ശക്തി പതിക്കട്ടെ. യേശുവിന്റെ നാമത്തില് എല്ലാ ദുരിതങ്ങളും അതാവിന്റെ മധ്യസ്ഥത്തില് മാറിപ്പോകട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, അസ്ഥി പൊടിയുന്നവര്, അസ്ഥി ഉരുക്കമുള്ളവര്, രക്തസ്രാവ രോഗികള്, അറിയാതെ മലമൂത്രം പോകുന്നവര്, ചെവിയുടെ പഴുപ്പ് വരുന്നവര്, മൂക്കൊലിപ്പുള്ളവര്, കോവിഡ് രോഗികള്, കർത്താവേ എല്ലാത്തരം സ്രാവ രോഗങ്ങള് യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ അമ്മയുടെ മധ്യസ്ഥത്തില് ഈ നിമിഷം സൗഖ്യമാകട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന സാക്ഷ്യങ്ങളിലെ എന്നെ നന്നായി എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച എല്ലാ സാക്ഷ്യങ്ങളും ലോകോത്തരമാണ്. പക്ഷേ ചില സാക്ഷ്യങ്ങൾക്ക് ഉടമ്പടിയുടെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിൻ്റെയൊക്കെ എക്സിക്യൂട്ടീവ് പവർ, അതിൻ്റെ മോഡ് ഓഫ് പ്രാന്തി എന്ന് പറയുന്ന അത് ചെയ്വനകളെ ചിലതിന് ഉടമ്പടിയോട് വളരെയേറെ ചേർന്ന് നിൽക്കുന്നതാണ്. ചിലപ്പോൾ നമ്മൾ കേൾക്കുമ്പോൾ അത് സർക്കാസ്റ്റിക്കായിട്ട് നമുക്ക് തോന്നും, പക്ഷേ സാക്ഷ്യം ബിബ്ലിക്കലാണ്. ആ സാക്ഷ്യം മെലിൻഡ എന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞ സാക്ഷിയാണ്. പല പ്രവിത്താന ഇടവകയായിരുന്നു. അവരുടെ വിഷയം എന്ന് പറയുന്നത് അവരുടെ മകൻ സ്പെയിനിലാണ്. അയാൾക്ക് നടക്കുമ്പോൾ ഭയങ്കര വിലക്ഷയം, വിലക്ഷണമായ നടപ്പ് എന്ന് വെച്ചാൽ കാലിൽ ആണി രോഗമുള്ളത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അയാൾ പറഞ്ഞ 10 ആണിയുണ്ടെന്നാണ്, 10 ആണി കാലിലുണ്ട്. അപ്പോൾ അത് എന്നിട്ട് ഉടനെ അമ്മയോട് പറയണം, ഫോൺ ചെയ്യണം, ഇങ്ങനെയാണ് എനിക്ക് എൻ്റെ നടപ്പിൻ്റെ സ്റ്റൈല് തന്നെ മാറി അമ്മേ, ഭയങ്കര കൊടിയ വേദനയുമാണ്. ഇപ്പം നന്നായിട്ടൊക്കെ നടന്നു പോകുന്നവരിങ്ങനെ വികലാംഗരെപ്പോലും നടക്കുമ്പോൾ നന്നായി നടന്നു പോകുന്നവർക്ക് പരിചരിച്ചവർക്ക് അത് ഭയങ്കരമായ ഭാരമാണ്. പക്ഷേ ആണി രോഗത്തിന് എന്താ പ്രത്യേക മരുന്നെന്നും ആർക്കും അറിയത്തില്ല. ഉണ്ടാകാം, ചില സമയത്ത് ചൂഴ്ന്നൊക്കെ കളയാൻ കാണാം. പലതരത്തിലുള്ള ആൾക്കാർ നാട്ടുക്രിയകളൊക്കെ ചെയ്യണ കാണാം. ഇതിന്മേ ചിലർ മോഡേൺ മെഡിസിൻ ഉപയോഗിക്കും. എന്നാലും ഇതിൻ്റെ ലാഗിങ് ഭയങ്കരമാണ്. ഇതിൻ്റെ വേദന എന്ന് വെച്ചാൽ നമുക്ക് കാല് കുത്താൻ പറ്റത്തില്ല. അപ്പോൾ ഇതൊരു ഭയങ്കര ഡെഡ് എൻഡിൽ എന്ത് ചെയ്യണമെന്ന് അവന് അറിയത്തില്ല. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ എന്ത് ചെയ്യണമെന്ന് പക്ഷേ ദൈവത്തിന് അറിയാം. ഇതിൻ്റെ അകത്തെല്ലാം വിഷയം ഇതാണ്. അതായത് ഇപ്പം ഇടക്കച്ചൻ പറയാറുള്ള വചനമാണ്, എന്ത് ചെയ്യണമെന്ന് അവന് നേരത്തെ അറിയാമായിരുന്നു. നമ്മളെപ്പോഴും ഉടമ്പടിയിൽ എടുക്കുന്നൊരു വചനമാണ്. ഇപ്പം ഞാൻ എൻ്റെ നാവിൽ വന്നതുകൊണ്ട് ഷെയർ ചെയ്തതാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിലാണ്
6-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം. പക്ഷേ അതൊരു മദർ വേർഡാണ്. മദർ വേർഡെന്ന് പറഞ്ഞാൽ എന്താ? ബൈബിളിൽ ഒരു വേർഡിൽ നിന്ന് ഒത്തിരിയേറെ വചനങ്ങൾ ഇങ്ങനെ ഗീവ് ബർത്ത് ചെയ്യുന്ന വാക്കുകളുണ്ട്. അതായത് ലോകസ്ഥാപനം മുമ്പ് മുതൽ നിഗൂഢമായിരുന്നതെല്ലാം അവൻ വെളിപ്പെടുത്തിയെന്ന് പറയുന്ന പോലെ ഒക്കൾട്ട് വാക്കുകളുണ്ട്, ഗൂഢവചനങ്ങൾ ബൈബിളിൽ. വെളിപാടില്ലാതെ പറയാൻ പറ്റത്തില്ല. പഠിച്ചത് കൊണ്ടോ സർക്കംസ്റ്റൻസ് നോക്കിയത് കൊണ്ടോ അതിൻ്റെ 6th ലെവൽ പഠിച്ചത് കൊണ്ടോ ബൈബിളിൻ്റെ സംസ്കാരമോ ലാൻഡ് ഹിസ്റ്ററിയോ ചെയ്ത കാലത്ത് ലിറ്റററി ഫോമോ ഒന്നും പഠിച്ചാൽ ചില വചനങ്ങൾ പറയാൻ പറ്റത്തില്ല. നമുക്ക് അഭ്യൂഹങ്ങൾ, ഹൈപ്പോത്തസിസ് ഉണ്ടാക്കാൻ പറ്റും. ആ വചനത്തെക്കുറിച്ച് ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇന്നതായിരിക്കാം ഉദ്ദേശിച്ചതെന്ന് പറയണത് ഇന്നതായിരിക്കാന്ന് വെച്ചാൽ ആരുദ്ദേശിച്ചതാണ്? എഴുത്തുകാരൻ ഉദ്ദേശിച്ചതെന്നാണ് ഇവർ പറയണത്. ലിറ്റററി ഫോം പഠിക്കുന്നവർ, ടെക്സ്റ്റുവൽ ക്രിറ്റിസിസമൊക്കെ പഠിക്കുന്നവർ എഴുത്തുകാരൻ ഇങ്ങനെയായിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്. പക്ഷേ എഴുത്തുകാരൻ ആരാണ്? സെൻറ്റ് ജോണാണ് എഴുത്തുകാരൻ, സെൻറ്റ് മാത്യു ആണ് എഴുത്തുകാരൻ. എഴുത്തുകാരൻ പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത് ഈ ലാൻഡ് ഹിസ്റ്ററി പഠിച്ചാൽ, 6th ലെവൽ പഠിച്ചാൽ, ഫോം ക്രിറ്റിസിസം പഠിച്ചാൽ, ടെക്സ്റ്റൽ ക്രിറ്റിസിസം പഠിച്ചാൽ പറയാൻ പറ്റത്തില്ല. അവിടെയാണ് പ്രശ്നം വരണത്. എന്താണ് ദൈവം ഉദ്ദേശിച്ചത്? ചില കാര്യങ്ങൾ ദൈവം ഉദ്ദേശിക്കണത് നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ വെളിപ്പാടില്ലാതെ പറയാൻ പറ്റത്തില്ലെന്നാണ് കർത്താവിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇത് വെളിപാട് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അൾട്ടിമേറ്റ് വെളിപാടിൻ്റെ കാലം അപ്പോസ്തല കാലത്തോടു കൂടി ക്ലോസ് ചെയ്തു. പക്ഷേ ഇപ്പോഴും സ്വകാര്യ വെളിപാടുകൾ ഉണ്ടാകുന്നുണ്ട്. സ്വകാര്യ വെളിപാടുകൾ ഇല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, ക്രിസ്തീയ ജീവിതം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ മനുഷ്യജീവിതമല്ല. സ്വകാര്യ വെളിപാടില്ലെങ്കിൽ ക്രിസ്തീയ ജീവിതം മുന്നോട്ട് പോകാൻ, അത് ജീവിതം മുന്നോട്ട് പോകും, പക്ഷേ ക്രിസ്ത്യമായിരിക്കണമെന്ന് നിർബന്ധമില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോഴീ അമ്മ ചേച്ചി തന്നെ മെലിൻഡ എന്താ ചെയ്തത്? അവർക്കൊരു വെളിപാടുണ്ടായി. അതൊരു വെളിപാടാണ്. എന്നുവെച്ചാൽ ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിക്കുന്ന വിശുദ്ധമായ തോന്നൽ. അങ്ങനെ വിശുദ്ധമായ തോന്നൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്വിപ്ഡ് ആയിരിക്കണം. ഓൺലൈൻ പരിശുദ്ധാത്മാവുമായിട്ട് ഓൺലൈനായിരിക്കണം. അല്ല ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി കൊണ്ട് പറ്റത്തില്ല. ഫയർ എഞ്ചിൻ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പെരക്കത്തി പിടിക്കുമ്പോൾ മാത്രം ഫയർ എഞ്ചിനെ വിളിക്കും, അതിൻ്റെ നമ്പർ നോക്കിയെടുക്കും. അപ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ മാത്രം ദൈവത്തെ വിളിക്കുന്ന ഒരു വിശ്വാസ രീതികളുണ്ട്. ഉടമ്പടി ഈ അവസ്ഥയിൽ നിന്നാണ് 10,000-ങ്ങളെ കറക്റ്റ് ക്രിസ്ത്യ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പം അങ്ങനെ ഈ ചേച്ചിക്ക് എന്ത് ചെയ്യണമെന്നറിയാം. എന്താ കാര്യം? ഈശോയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയാം. അതാണ് വിഷയം. ഇപ്പം യോഹന്നാൻ 6:6 എഴുതിയിരിക്കുന്നത് എന്താണ്? നേരം വൈകി ഗ്രാമങ്ങളിൽ പോയി ഭക്ഷണം മേടിക്കാൻ അവരെ പറഞ്ഞേക്കാൻ. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ പറയും. അപ്പോൾ ഈ നിങ്ങൾ തന്നെ കൊടുക്കാൻ പറയത്തില്ലേ, അതിലാണ് ഈ വിശ്വാസി ജീവിക്കണത്. അപ്പം ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? നിങ്ങൾ തന്നെ ഭക്ഷണം കൊടുക്കാൻ. വെരി ക്ലിയർ അല്ലേ അതിനകത്തുനിന്ന്? അപ്പോൾ ഉടമ്പടി നമുക്ക് തന്നെ എന്തിനാണ്? ഈശോയുടെ ഒരു വാഗ്ദാനമാണ്. എന്താണ്? നിങ്ങൾക്ക് തന്നെ ഇത് കൊടുക്കാൻ കഴിയും. ഈശോ മാത്രമേ അങ്ങനെ ലോകത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്നെ ശ്രവിക്കുന്ന ഓരോ വിശ്വാസി, നിൻ്റെ ജീവിത പ്രശ്നങ്ങൾ, എൻ്റെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ടേ. മനസ്സിലായില്ലേ? അച്ഛൻ പറഞ്ഞ മനസ്സിലായോ? അതായത് നിൻ്റെ ജീവിത പ്രശ്നങ്ങളുടെ താക്കോല് നിൻ്റെ കയ്യിൽ തന്നെ കർത്താവ് തന്നിട്ടുണ്ട്. പക്ഷെ നീ എന്താ ചെയ്യേണ്ടത്? കർത്താവുമായിട്ട് ഒരു ഐക്യപ്പെടണം. ഇപ്പം യേശുക്രിസ്തുവിനോടുകൂടി ഐക്യപ്പെട്ടവൻ അവനോടുകൂടി ഏക ആത്മാവായി തീരുന്നു. സ്തുതിക്കട്ടെ മക്കളെ, സ്തുതിക്കട്ടെ മക്കളെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി കർത്താവേ. ഹല്ലേലൂയ. കർത്താവേ, അങ്ങയോട് ഐക്യപ്പെട്ടവർ ഒരേ ആത്മാവായി തീരുന്നു.
അഭിഷേകത്തെ നന്ദി പറയുന്നു. ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. Praise the Lord. 1 Korinthos 6:17 1 Korinthos 6:17 കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോട് ഏക ആത്മാവായി തീരുന്നു. അവിടുത്തോടുകൂടെ ഏകാത്മാവായി തീരുന്നു. ഒന്നിന് പറഞ്ഞേ, കർത്താവുമായി സംയോജിക്കുന്നവൻ അവിടുത്തോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. ഇതിൻ്റെ ഫലം എന്താണെന്ന് അറിയാവോ? ഇപ്പോൾ 1 Korinthos 6:17 വചനമുള്ളത് അല്ലേ? അതായത് ഉടമ്പടിയുടെ ഏറ്റവും അൾട്ടിമേറ്റിൽ എന്താ സംഭവിക്കുന്നത്? അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ നമുക്ക് വ്യക്തിക്ക് എന്താ സംഭവിക്കണത്? അവൻ കർത്താവുമായി സംയോജിക്കുകയാണ്. അവൻ അല്ലെങ്കിൽ അവൾ കർത്താവുമായി സംയോജിക്കുകയാണ്. അപ്പോൾ എന്താ സംഭവിക്കണത്? കർത്താവുമായിട്ട് ഏക ആത്മാവായി തീരും. അങ്ങനെ തീർന്നാൽ എന്ത് സംഭവിക്കും? 1 Korinthos 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. ഇതാണ് പ്രശ്നം. അങ്ങനെ ഒരു മനുഷ്യനുണ്ട്. ഈ ഉടമ്പടി നിങ്ങളെ ആത്മീയ മനുഷ്യനാക്കിയാണ് മാറ്റുന്നത്. ആത്മീയ മനുഷ്യനെ ഉണ്ടാകുന്ന വിഷയം എന്താണ്? എല്ലാ കാര്യങ്ങളുമാണ്, 1-2 കാര്യങ്ങളല്ല, ആത്മീയ കാര്യങ്ങളല്ല. എല്ലാവർക്കും അങ്ങനെ ഒരു രീതിയുണ്ട്. ദൈവത്തെ ആത്മീയ വിഷയങ്ങൾക്ക് മാത്രം തളച്ചിടുന്നത്. അതുകൊണ്ടാണ് ഡ്രൈ ആയി പോണത്. ഇപ്പം ഞങ്ങളുടെ സെമിനാറിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഡ്രൈ മാസം എന്ന് പറഞ്ഞ സംഭവമുണ്ട്. ഡ്രൈ മാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡ്രൈ മാസമുണ്ട്, ഡ്രൈ ബാപ്റ്റിസം ഉണ്ട്. എന്നുവെച്ചാൽ ഫിസിക്കലായിട്ടുള്ള കുർബാന ആയിരിക്കത്തില്ല. അത് നമ്മൾ കുർബാന ചൊല്ലി പഠിപ്പിക്കുകയായിരിക്കും. നമ്മൾ കാസായും പീലാസും ഒക്കെ എടുത്ത് പ്രാർത്ഥനയൊക്കെ ചൊല്ലി അത് പഠിപ്പിക്കുകയായിരിക്കും. അവിടെ ആക്ഷനും അതുപോലെ തന്നെ മാസിൻ്റെ കർത്താവിൻ്റെ കുർബാനയിലേക്കുള്ള തിരുവപ്പത്തിലേക്കുള്ള അഭിഷേക പ്രാർത്ഥന അങ്ങനെയൊന്നുമില്ല. അതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പെസകാവും, കറക്റ്റ് മാസമായി പോകും. അപ്പം ദൈവികമായ ശക്തി, കർത്താവിൻ്റെ തിരുശരീരം, ദൈവസാന്നിധ്യം, ദൈവകൃപാന എല്ലാം സമർപ്പിക്കും. പക്ഷേ ഇത് ചൊല്ലി പഠിപ്പിക്കുന്ന രീതിക്കാണ് ഡ്രൈ മാസം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു കൊച്ചു ജ്ഞാനസ്ഥാനം കൊടുക്കുന്നത് ഡ്രൈ സാക്രമെൻറ്റ് ബാപ്റ്റിസം. എന്താ? ഒരു പാവ എടുത്തിട്ട് അതിനെ ജ്ഞാനസ്ഥാനം കൊടുക്കണ കാണിക്കും. ഒരു കുഞ്ഞിനെ ജ്ഞാനസ്ഥാനപ്പെടുത്തേണ്ട രീതിയിൽ എവിടെയാണ് നെഞ്ചിൽ കുരിശ് വരക്കേണ്ടത്, എപ്പോഴാണ് നെറ്റിയിൽ കുരിശ് വരക്കേണ്ടത്, എപ്പോഴാണ് എന്നൊക്കെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഇത് ഡ്രൈ ബാപ്റ്റിസമാണ്. നമ്മളുടേത് ചില സമയത്ത് ഞാൻ ഓർക്കുവേ. അതുകൊണ്ട് ഞാൻ എപ്പോഴും നിർബന്ധമുണ്ട്, ദൈവം നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ അർപ്പിക്കുന്ന മാസ് ഡ്രൈ മാസമായിപ്പോവും. വെറുതെ ആ മാസിൻ്റെ രീതികളിൽ അങ്ങോട്ട് മാസിൻ്റെ ചേരുവകളുണ്ടായാൽ മതിയല്ലോ. അതിപ്പോൾ ഒരു ഓർമ്മയുണ്ടെങ്കിൽ ചെയ്തൊക്കെ വെക്കാൻ പറ്റും. പക്ഷെ മനസ്സുണ്ടാകണം അവിടെ. അപ്പോഴാണ് ഡ്രൈ മാസം യഥാർത്ഥത്തിലുള്ള സാക്രമെൻറ്റ് ഓഫ് ക്രിസ്റ്റിക് സാക്രമെൻ്റായിട്ട് മാറണതിൻ്റെ വ്യത്യാസവും നമ്മുടെ മനസ്സാന്നിധ്യമാണ്. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് ഡ്രൈ ക്രിസ്ത്യനാവും. ക്രിസ്ത്യൻ ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ ജീവിച്ചു പോകും. കുർബാനയും കുടുംബ പ്രാർത്ഥനയൊക്കെ അടക്കം ജീവിച്ചു പോകും. പക്ഷേ അതായത് കർത്താവുമായിട്ട് ഒരു ആത്മീയ മനുഷ്യനായി മാറത്തില്ല. എന്താ നമ്മൾ വായിച്ചത്? അതായത് കർത്താവുമായി സംയോജിക്കുന്നവൻ എന്ന് പറഞ്ഞ് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടെ ഏക ആത്മാവായി തീരുന്നു. അങ്ങനെ സംഭവിക്കുമ്പോൾ അവനോടുകൂടി ഏകാത്മാവായി തീരുമ്പോൾ ഉണ്ടാകുന്ന ഇഫക്റ്റ് എന്താണ്? അതാണ് നമ്മുടെ 1 കൊറിന്തോസിൻ്റെ 2:15 ആത്മീയ മനുഷ്യൻ ഏറ്റു പറഞ്ഞ് എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അപ്പം നമ്മൾ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചുള്ള വിവേചനം കിട്ടും നമുക്ക്. എല്ലാ കാര്യങ്ങളുമാണ്, അല്ലാതെ ആത്മീയ കാര്യങ്ങൾ മാത്രമല്ല.
കർത്താവിൻ്റെ വചനം വളരെ ശ്രദ്ധയോടുകൂടി വായിക്കേണ്ടതാണ്. ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. എന്തൊക്കെയാണ് അറിയണത്? വായിച്ചോളൂ. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. അപ്പം ഇങ്ങനെ അവരെ വിവേചിച്ചറിയണെ സംബന്ധിച്ചിടത്തോളം അവനെ വിധിക്കാൻ പറ്റത്തില്ല. ഇതിന് മണ്ടത്തരമാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. ദൈവനിന്ദയിട്ട് വരും അവസാനം. അവനെ വിധിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സ് അറിഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും അവസാനത്തെ വരിയാണ്, ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതൊരു വല്ലാത്ത വചനമാണ്. അതായത് ഈ വചനം ലിങ്ക് ചെയ്യേണ്ടത് അച്ഛൻ മുമ്പ് പറഞ്ഞ 2 കൊറിന്ത്യസിൻ്റെ 1 കൊറിന്ത്യസ് 6:17 എന്താണ്? കർത്താവുമായി സംയോജിക്കുന്നവൻ അവനോടുകൂടി ഏകാത്മാവായി തീരുന്നു. അതിൻ്റെ നെറ്റ് ഇഫക്റ്റ് എന്താണ്? കർത്താവിൻ്റെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? അപ്പം അതിൻ്റെ ഏകാത്മാവായി തീരുമ്പോൾ നമുക്ക് സംഭവിക്കണത് എന്താണ്? ഞങ്ങൾ ആവട്ടെ ക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. അപ്പം ക്രിസ്തുവിൻ്റെ മനസ്സ് ഈ വിഷയത്തിൽ അറിയുന്നതാണ് വചനത്തിൽ. ഓരോ വചനത്തിനും ക്രിസ്തുവിൻ്റെ മനസ്സുണ്ട്, അതറിയണം. അപ്പോഴാണ് നമ്മൾ ആത്മീയ മനുഷ്യനാണെന്നതിൻ്റെ ഒരു അടയാളം അതാണ്. പിന്നെ കൂടാതെ എന്താണ്? ഈ യോഹന്നാൻ 6:6 ഉണ്ട്. അതെന്താണ്? ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ഒരു വിഷയമുണ്ടായപ്പോൾ നിങ്ങൾ തന്നെ അതിനെ കൈകാര്യം ചെയ്യൂ. കർത്താവിൻ്റെ ഒരു നിലപാടിൻ്റെ ഭാഗമാണത്. കർത്താവിൻ്റെ നിലപാടിൻ്റെ ഭാഗമാണ്. നിങ്ങൾ തന്നെ അതിനെ അവർക്ക് കൊടുക്കുക. അത് ഈശോയുടെ ഒരു വചനമാണ്, ഈശോയുടെ നിലപാടാണ്. അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ കടല് നീന്തി അക്കരെ കടക്കണം. ഞാൻ നിങ്ങളുടെ കൂടെ ശബ്ദത്തിലൂടെ സമാന്തരമായി സഞ്ചരിക്കും. ഇത് തമ്മിൽ ഭയങ്കര ബന്ധമുള്ള വചനങ്ങളാണ്. അതായത് യോഹന്നാൻ 6:21 അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവരാഗ്രഹിച്ചു. അത്രയേ ഉള്ളൂ, വള്ളത്തിൽ കയറ്റിയില്ല. യോഹന്നാൻ 6:21 എന്താണ്? അവനെ വള്ളത്തിൽ അവനെ വള്ളത്തിൽ കയറ്റുവാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം ലക്ഷ്യം വെച്ചിരുന്ന കരക്കടുത്തു. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അവർ തന്നെ തുഴഞ്ഞ് കർത്താവ് വള്ളത്തെ കയറാതെ സമാന്തരമായി കടലിന് സമാന്തരമായി വള്ളത്തിന് സമാന്തരമായി സഞ്ചരിച്ചുകൊണ്ട് ഇതൊരു ഭയങ്കര ട്രെയിനിങ്ങാണ്. ഇപ്പം നമ്മൾ കോച്ചൊക്കെ ചെയ്യണ പോലെയുള്ള പരിപാടിയാണ്. ആ ഓട്ടക്കാരായാലും ശരി അതിൻ്റെ കൂടെ ഓടി കൊടുക്കും, ചിലപ്പോൾ സ്റ്റെപ്പ് പറഞ്ഞു കൊടുക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഓരോ ട്രെയിനിങ്ങിൻ്റെ, അതായത് ഈശോ ഉദ്ദേശിക്കണ ഇതാണ്, നമ്മൾ തന്നെ ആ വിഷയത്തിന് പരിഹാരം കാണാൻ നമ്മുടെ കയ്യിൽ തന്നെ ദൈവം ശക്തി നിക്ഷേപിച്ചിട്ടുണ്ട്. അല്ല എന്നും കർത്താവിൻ്റെ അടുത്ത് വന്നിങ്ങനെ ധർമ്മക്കാരൻ നിൽക്കുന്ന പോലെ നിൽക്കേണ്ട രീതി. അവർ ക്രിസ്ത്യനല്ല ശരിക്കും പറഞ്ഞത്, ധർമ്മക്കാരാണ്, വിശ്വാസി. അതായത് ഈശോ ഉദ്ദേശിക്കുന്നത് നമ്മളിലെ കർത്താവിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മൾക്ക് ഏൽപ്പിച്ച ജോലി പൂർത്തിയാക്കും. ഇതാണ് എൻ്റെ അകത്ത് വരുന്നൊരു വിഷയം. ഞാൻ ഇങ്ങനെ പറയണത് കാര്യം, ഇപ്പം നമ്മൾ 6:6 കണ്ടത്. എന്താണ്? ഒരു പ്രശ്നമുണ്ടായി. എന്ത് പറ്റി? നേരം വൈകി. രണ്ടാമത്തെ വിഷയം എന്താണ്? ജനങ്ങളെ പറഞ്ഞേക്കണം. എന്തിനാണ്? അപ്പം വാങ്ങിക്കണം. ഇതാണ് വിഷയം. അപ്പോൾ ഈശോ എന്നാ മറുപടി പറയണത്? നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കുവിൻ. അപ്പം നമ്മൾ നോക്കുമ്പോൾ അപ്പോസ്തലന്മാർ വാവിളിച്ചു പോയി. ഞങ്ങൾക്കതിനുള്ള യാതൊരു കപ്പാസിറ്റി ഇല്ലെന്നാണ് പറഞ്ഞത്. അതായത് ആ ഉള്ള കപ്പാസിറ്റിയിൽ കർത്താവിനെ ആശ്രയിച്ചിരുന്നെങ്കിൽ കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരാതെ തന്നെ അപ്പം വർദ്ധിപ്പിച്ച് പോയരാം. അതാണ് വിഷയം. കർത്താവിൻ്റെ കൈ കൊണ്ടുവന്ന് കർത്താവ് ആശ്രയിച്ച് അതിനെ കൊടുക്കാൻ എക്കാലത്തും കർത്താവിന് പറ്റുമോ?
കർത്താവ് മരിച്ചുയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതു ഭാഗത്തിരിക്കുന്ന കാലത്ത് ഓരോ കുടുംബത്തിലും അപ്പമില്ലാതെ വരുമ്പോഴും ആഹാരം ഇല്ലാതെ വരുമ്പോഴൊക്കെ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ആ കൊട്ട എടുത്തിട്ട് അല്ലെങ്കിൽ കഞ്ഞി ചോറും ചോറ്റും കലവും എടുത്തിട്ട് ആസ്വദിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങൾക്ക് തന്നെ ഇതിനുള്ള കൃപയുണ്ട്, കഴിവുണ്ട്. ആ കഴിവ് നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കാനുള്ള കഴിവ് നിങ്ങൾ വർദ്ധിപ്പിച്ചെടുക്കണം. ഇതിനാണ് ഈ ആത്മീയ മനുഷ്യനെന്ന് പറയണത്. എങ്ങനെയാണ്? കർത്താവുമായി സംയോജിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യണത്. ഇപ്പോൾ 1 കൊരിന്ത്യർ 2:18-17 പറയണത് കർത്താവുമായി സംയോജിക്കുന്നവൻ അവനുമായി ഏകാത്മാവായി തീരുന്നു. ഈ ആളെയാണ് പൗലോസ് അപ്പോസ്തലൻ എന്ത് പറയണത്? ആത്മീയ മനുഷ്യൻ എന്ന് പറയണത്. എന്താണ് ആത്മീയ മനുഷ്യൻ? 1 കൊരിന്ത്യർ 2:15 ആത്മീയ മനുഷ്യൻ എല്ലാ കാര്യങ്ങളും വിവേചിച്ചറിയുന്നു. അവനെ വിധിക്കാൻ ആർക്കും സാധിക്കുകയില്ല. കർത്താവിനെ പഠിപ്പിക്കുവാൻ തക്ക വിധം അവിടുത്തെ മനസ്സറിഞ്ഞവൻ ആരുണ്ട്? ഏറ്റവും അവസാനത്തെ വചനം എന്താണ്? ഞങ്ങളാകട്ടെ യേശുക്രിസ്തുവിൻ്റെ മനസ്സറിയുന്നു. എങ്ങനെയാണ് ഈ മനസ്സറിയണത്? കർത്താവുമായി സംയോജിക്കുന്ന അവനോടുകൂടെ ഏകാത്മാവായി തീരുന്ന വഴിയാണ്. ഞാൻ ഈ മിലിൻഡയുടെ സാക്ഷ്യമാണ് പറഞ്ഞിട്ടാണ് ഈ വചനത്തിലേക്ക് വന്നത്. മിലിൻഡ എന്താ ചെയ്തിരിക്കുന്നത്? ഉടമ്പടി എടുത്തു. മകൻ സ്പെയിനിലാണ്, ഇവിടെ ഇല്ല, നാട്ടിലില്ല. കർത്താവിൻ്റെ എല്ലാ രോഗികളും കർത്താവിൻ്റെ അടുത്തുണ്ടായിരുന്നവരാണ്. ചില രോഗികൾ മാത്രമാണ് ഇങ്ങനെ റിമോട്ടിൽ പോയിരിക്കണത്. 1-2 രോഗികൾ കർത്താവിൻ്റെ അടുത്തില്ലായിരുന്നു. ഇപ്പോൾ കർത്താവ് 2 തരം രോഗികളെ സുഖപ്പെടുത്തിയിട്ടുണ്ട്. തൻ്റെ അടുത്തുള്ളവരെ തൊട്ട് സുഖപ്പെടുത്തി. കുഷ്ഠരോഗി അങ്ങനെ സുഖപ്പെട്ട ആളാണ്. രക്തസ്രാവക്കാർ കർത്താവിൻ്റെ അടുത്ത് തന്നെ വന്ന് പുറകിലൂടെ വന്ന് വസ്ത്രത്തിൽ തൊട്ട് സുഖപ്പെടുത്തി. പക്ഷെ വേറെ 2 രോഗികളുണ്ട്. എന്താണ്? ശതാധിപൻ്റെ മകള് അവള് ശതാധിപൻ്റെ ഭൃത്യൻ. ആ രോഗിയെക്കുറിച്ച് ശതാധിപൻ പറയണത്, നീ ഇവിടെ നിന്നൊരു വാക്ക്, ഇപ്പം മത്തായി ശ്ലീഹായുടെ സുവിശേഷമില്ലേ 8:8, നീ ഇവിടെ നിന്ന് ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഇൻ്റർകോണ്ടിനെൻ്റലായിട്ടുള്ള ആളാണെങ്കിലും എത്ര അകലമുള്ള ശതാധിപൻ കണ്ടുപിടിച്ചൊരു മെത്തേഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഈ റിമോട്ട് ഹീലിംഗ് എന്ന് പറയണത് ഇന്ന് എത്രയോ പേരാണ് കർത്താവിൻ്റെ അൾത്താരയിൽ ആരാധന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഓൺലൈനായിട്ട് സൗഖ്യപ്പെടുന്നത് എങ്ങനെയാണ്? അതായത് ഇത് ശതാധിപൻ്റെ കാലത്ത് ഒരു ആവശ്യം വന്നപ്പോൾ ശതാധിപൻ്റെ വിശ്വാസം ഇത്തിരി വലിയൊരു വിശ്വാസമാണ്. അതുകൊണ്ട് ഈശോ അത് പറയുകയും ചെയ്ത്, ഇത്രയും വലിയ വിശ്വാസം ഇസ്രയേലിൽ പോലും കണ്ടിട്ടില്ല. അപ്പം അടുത്ത ഹീലിംഗ് അടുത്തുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് ഒരു മീഡിയം ഫെയ്ത്താണ്. പക്ഷെ അകലെയുള്ള ആൾക്കാരെ ഹീൽ ചെയ്യണത് വലിയ വിശ്വാസമാണ്. ശ്രുതികട്ടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ശ്രുതിക്കുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ 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 യേശുവേ മഹത്വം, യേശുവേ നന്ദി കർത്താവേ. നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 9-ാം വാക്യം. യേശു ഏറ്റുപറഞ്ഞ് ഇത് കേട്ട് അവനെ പറ്റി വിസ്മയിച്ചു. തന്നെ അനുഗമിച്ചിരുന്ന ജനക്കൂട്ടത്തിന് നേരെ തിരിഞ്ഞ് അവൻ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്നു, ഇസ്രായേലിൽ പോലും ഇതുപോലുള്ള വിശ്വാസം കണ്ടിട്ടില്ല. അപ്പൊ ഈ വലിയ വിശ്വാസത്തിൻ്റെ നിലവാരം വർദ്ധിക്കുന്ന അനുസരിച്ചുകൊണ്ട് ഇതുപോലെ റിമോട്ട് ഹീലിംഗ് നടക്കും. അതായത് വളരെ ഫാറായിട്ടുള്ള ഇതുപോലെ തന്നെ രാജ്യസേവകനും ഉണ്ട് ഈ ഒരു പരിപാടി. രാജ്യസേവകൻ നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ
49 50 വചനങ്ങൾ. ഇപ്പം രാജ്യസേവകൻ്റെ ഭൃത്യൻ്റെ വിഷയം സംഭവിക്കുമ്പോൾ ഇതുപോലെ രാജ്യസേവകനോട് ഈശോ പറയുന്നൊരു വാക്കുണ്ട്. എന്താണ്? പൊയ്ക്കൊള്ളുക. എന്താണ്? നിൻ്റെ മകൻ ജീവിക്കും. അതാണ് സംഭവം. എന്നിട്ട് കൃത്യമായിട്ട് ആ മകൻ ജീവിക്കും. പക്ഷേ എന്താ വിഷയം? എങ്ങനെയാണ് അവൻ ജീവിച്ചതെന്നാണ് യോഹന്നാൻ 4:50 പറയണത്. എന്താ 4:50 പറയണത്? യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. യേശു പറഞ്ഞ വചനം വിശ്വസിച്ച് അവൻ പോയി. അതാണ് വിഷയം. അതായത് പേഷ്യൻ്റ് ഇവിടെ ഇല്ല, പേഷ്യൻ്റ് വളരെ അകലെയാണ്. പക്ഷെ എന്താണ് ഉള്ളത്? ആ അപ്പൻ അല്ലെങ്കിൽ ആ രാജ്യസേവകൻ കർത്താവിൻ്റെ വചനത്തിൽ വിശ്വസിച്ചു. അപ്പോഴേ ഈ വിശ്വാസത്തിന് നിലവാരം തന്നെ വ്യത്യസ്തങ്ങളായ നിലവാരമാണ് ഉള്ളത്. അതായത് നമ്മുടെ മുമ്പിൽ വരണ വിഷയങ്ങൾ, ഇപ്പം ചെറിയ വിഷയങ്ങളുണ്ടാകാം, വലിയ വിഷയങ്ങളുണ്ടാകാം. ഇപ്പോൾ വലിയ വിഷയങ്ങൾക്ക് വലിയ വിശ്വാസമാണ് വേണ്ടത്, ചെറിയ വിഷയങ്ങൾക്ക് ചെറിയ വിശ്വാസവും. പക്ഷേ അതിനേക്കാൾ ഉപരി ഇപ്പോൾ ഈ മെലിൻഡയുടെ വിശ്വാസം വലിയ വിശ്വാസമാണ്. എന്താ പ്രശ്നം? ഈ ആണി രോഗം ബാധിച്ച മകൻ സ്പെയിനിലാണ്, അവർ പാലായിലും. അമ്മ എനിക്ക് നടക്കാൻ പറ്റില്ല, എനിക്ക് കാല് കുത്താൻ പറ്റണില്ല, എൻ്റെ നടപ്പ് തന്നെ വിലക്ഷണമായിക്കൊണ്ടിരിക്കണം എന്ന് പറയുമ്പോൾ അമ്മ എന്താ ചെയ്യണമെന്നറിയാമോ? ആ സാക്ഷി നിങ്ങൾ ഒന്നുകൂടി കേൾക്കണം, നല്ല രസമാണ്. അവർ ഈ മകൻ്റെ കാലിൽ ആണിയുള്ള കാലിൻ്റെ പാദം ആണെന്ന് സങ്കല്പിച്ചിട്ട് തൻ്റെ പാദത്തിൽ, മെലിൻഡയുടെ പാദത്തിൽ വിശ്വാസപ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തേക്കും. ഒരു ഫെയ്ത്ത് എക്സിക്യൂഷനാണിത്. ആളെവിടെയാണ്? ആള് യൂറോപ്പിലാണ്. ആ യൂറോപ്പിലാകുന്ന ആളുടെ പാദം യേശുക്രിസ്തു വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വെറുതെ മനസ്സിൽ കാണുന്നതല്ല, അത് സങ്കല്പം എന്ന് പറയും. അങ്ങനെയല്ല, വിശ്വാസത്തിൽ മനസ്സിൽ കാണും. വിശ്വാസത്തിൽ മനസ്സിൽ കാണുമ്പോഴെന്ന് പറയും, പൗലോസ് അപ്പോസ്തലൻ പറയും, നമ്മൾ വിദൂരസ്ഥരാകാം പക്ഷേ സമീപസ്ഥരാകും. വിശ്വാസത്തിൽ നമ്മൾ ക്രിസ്തുവിൽ സമീപസ്ഥരാണ്. അവിടെയാണ് അത് വർക്കൗട്ട് ചെയ്യുന്നത്. അങ്ങനെയാണ്. അതായത് ബൈബിളിൽ ഒരു വ്യക്തി രക്ഷപ്പെടാനുള്ള എല്ലാ വചന സൂത്രങ്ങളും ഉണ്ട്. പക്ഷെ അത് ഒക്കൾട്ടാണ്, എന്നുവെച്ചാൽ ഗൂഢവചനം. പറഞ്ഞോളൂ. എഫേസ്യൻസ് 2:13 എന്നാൽ ഒരിക്കൽ വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ഇപ്പോൾ യേശുക്രിസ്തുവിൽ അവന്റെ രക്തം വഴി സമീപസ്ഥരായി. അപ്പൊ ഈ സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണത് ക്രിസ്തുവിലാണ്. സമയത്തിൻ്റെ അകലങ്ങൾ മാറണതും സ്ഥലത്തിൻ്റെ അകലങ്ങൾ മാറണതും ക്രിസ്തുവിലാണ്. ഇപ്പം കാനായിലെ കല്യാണ കുടുംബത്തിൽ സമയത്തിൻ്റെ അകലമാണ് ഉണ്ടായിരുന്നത്, സമയമാകാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അവിടെ മധ്യസ്ഥ വഹിച്ചപ്പോൾ ആ ആകാത്ത സമയം അടുത്തു. ഇപ്പോഴത്തെ വിഷയം എന്താ? സെൻറ്റ് പോൾ പറയണത് എഫെസ്യൻസ് 2:13 പറയണത്, വിദൂരസ്ഥരായിരുന്ന നിങ്ങൾ ക്രിസ്തുവിൽ സമീപസ്ഥരായിരിക്കും. അതായത് വിശ്വാസത്തിലാണ് നമ്മൾ സമീപസ്ഥമായിരിക്കും. അപ്പോൾ അവിടെ വിശ്വാസത്തിൻ്റെ ഇടയിൽ സ്പേസ് ഇല്ല. നമ്മൾ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ സ്പേസിൻ്റെ അടിക്കത്തില്ലേ? വിശ്വാസത്തിൽ സ്പേസ് ഇല്ല. ക്രിസ്തുവിൽ നമ്മൾ സമീപസ്ഥമാകും. ഇപ്പം എത്രയോ പേരാണ് നമ്മുടേത് വ്യത്യസ്തങ്ങളായ കാലത്ത് നമ്മളുടെ എല്ലാവരും പകുതി, എനിക്കറിയാവുന്ന ഒരു 30% വിശ്വാസികൾ വ്യത്യസ്തങ്ങളായ രാജ്യങ്ങളിലാണ് ഇപ്പോഴേ. അപ്പം നമ്മളവർക്ക് അവർ നമ്മളെ കാണാൻ പറയുന്നത് നമ്മൾ സ്കൈപ്പിൽ എന്ന് പറയണത് ക്രിസ്തുവിലല്ല, അത് സ്കൈപ്പിലാണ്.
ആ സമീപസ്ഥം എന്ന് പറയുമ്പോൾ നിൽക്കണപ്പിൽ അത് മാഞ്ഞു പോവുകയും ചെയ്യും. ഇപ്പം സ്കൈപ്പിൽ കാണുന്നു, നിങ്ങൾ വീഡിയോ കോൾ നടത്തുന്നൊക്കെ പറയുന്നില്ലേ, അത് ആ നിൽക്കണപ്പിൽ അത് മാഞ്ഞു നെറ്റ് പോകുമ്പോൾ അത് പോവുകയും ചെയ്യും. അല്ലെങ്കിൽ നമുക്ക് വേണ്ടെന്ന് വെക്കും വെക്കും. പക്ഷെ അങ്ങനെയല്ല, 24 hours നമുക്ക് സമീപസ്ഥമായിരിക്കണം വിശ്വാസത്തിലാണ്. ക്രിസ്തുവിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിൻ്റെ മകൻ ഏത് രാജ്യത്ത് ജീവിച്ചാലും, നിൻ്റെ മകൾ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ കുഞ്ഞുങ്ങൾ, അവർ ഏത് രാജ്യത്ത് ജീവിച്ചാലും നിൻ്റെ വീട്ടിൽ തന്നെ താമസിക്കണ പോലെയാണ്. കാര്യം എന്താണ്? നീയും അവനും. അത് നിൻ്റെ വിശ്വാസത്തിൽ നീ നിൻ്റെ വ്യക്തികൾ, നിൻ്റെ ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവർ നിൻ്റെ സമീപത്താണ്. ആ ഒരു ബോധം, അതൊരു ബോധമാണ്. ഞാൻ ഇടയ്ക്ക് പറയും, നമ്മളുടെ വിശ്വാസം എന്ന് പറയണത് ഒരു ബോധമാണെന്ന് പറയും, അല്ലേ? ഒരു ബോധമാണ്, അറിവാണ്. ഈ നിത്യത എന്ന് പറയണത് എന്താണ്? സ്വർഗമെന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബോധമാണ്. നമ്മൾ ബോധത്തിലാണത് അറിയണത്. ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ, ഇല്ലേ? നമ്മൾ 17:3 വായിക്കത്തില്ലേ? ഏകസത്യദൈവമായ നിന്നെയും നീ യേശു ക്രിസ്തുവിനെയും അറിയുകയാണ് നിത്യജീവൻ. ആ അറിവ് എന്തുകൊണ്ടാണ് നമ്മൾ അറിയണത്? കണ്ണുകൊണ്ടാണ് കാണുന്നത്. കണ്ണുകൊണ്ട് കാണത്തില്ലെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ടല്ലോ. കണ്ണുകൊണ്ട് കാഴ്ചയ്ക്ക് അതീതമാണ്. പിന്നെന്താണ്? ബോധത്തിലാണ് നമ്മൾ സ്വർഗത്തിൽ ദൈവത്തെ അറിയണത്. ദൈവവും ഒരു വലിയ ബോധമാണ്. അതുകൊണ്ടാണ് ഈ ബോധങ്ങളുടെ ഐക്യങ്ങളിൽ ആനന്ദം ഉണ്ടാകുന്നത്. ആനന്ദം, ഞാൻ നിങ്ങൾക്ക് തരുന്ന ആനന്ദം ആരും എടുത്തു കളയാത്ത ആനന്ദമായി മാറണത് ഇഹത്തിൽ പോലും ആ ഒരു ബോധമുണ്ടെങ്കിൽ ആ ബോധത്തിലെ ഒരു വിശ്വാസിക്ക് ക്രിസ്തീയ ആനന്ദം അനുഭവിക്കാൻ കഴിയും. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. യേശുവേ ആരാധന. കർത്താവേ, ഉടമ്പടി ധ്യാനത്തിലൂടെ ഞങ്ങളെ വലിയ ബോധ്യങ്ങളിലേക്ക് നയിക്കുന്നതിന്, ദൈവാനുഭവത്തിലേക്ക് നയിക്കുന്നതിന് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ.